ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ന്യൂസ് കേട്ടു റിപ്പോർട്ടഡ് ചാനലിൽ. അതായത് ഡൽഹിയിൽ നമ്മുടെ റോഡുകളിലൊക്കെ ഇന്ന റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെക്കാറുണ്ടല്ലോ. അത്തരത്തിൽ ബാബർ റോഡ്, അക്ബർ റോഡ്, ഹുമയൂൺ റോഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ സ്പ്രേ പെയിൻറ്, അതായത് ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ് അടിക്കുകയും അത് മറ്റു കാര്യങ്ങൾ കൊണ്ട് കല്ലോ പോലത്തതോ അതുകൊണ്ട് അത് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ തകർത്തതിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ കാണാനുണ്ട്. പിന്നീട് അത് പോലീസ് എത്തി അത് ശരിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അത് ക്ലീൻ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇവർ ഈ CCTV ഉണ്ട് അവിടെ, അപ്പോൾ അതിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. ഇവർ ഇങ്ങനെ സ്പ്രേ പെയിൻ്റ് അടിച്ച് ഇത് തകർക്കാൻ ശ്രമിച്ച് അത് സ്പ്രേ പെയിൻ്റ് അടിച്ച് മറച്ചതിന് ശേഷം ഇവർ ഛത്രപതി ശിവജി കി ജയ്, അതേപോലെ തന്നെ ജയ് ശ്രീറാം ഒക്കെ വിളിച്ച് ആക്രോശിച്ച് അവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും അത് RSS ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അവിടുത്തെ അവിടെ എത്തിയിട്ടുള്ളത്. പോലീസൊന്നും ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, കണ്ടിട്ടില്ല ഞാൻ ന്യൂസ് ചാനലിലൊന്നും. അപ്പോൾ RSSകാരാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു നിഗമനം, പോലീസിന്റെ ഒരു നിഗമനം എന്നൊക്കെ പറയുന്നത്. BJP ഡൽഹിയിൽ അധികാരത്തിലെത്തിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇതാണ് അവിടുത്തെ അവസ്ഥ എങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെ ഒരു ഒരു ഹിഡൻ അജണ്ട തന്നെ ഇതാണെന്നുള്ളതാണ്. അവർക്ക് ഇത്രയും കാലം അവരുടെ കയ്യിൽ അധികാരം ഇല്ലായിരുന്നു, ഇപ്പോൾ അത് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്തഫാബാദ് ശിവപുരി ആക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രഖ്യാപനം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ഇപ്പോൾ അധികാരം കിട്ടി, ഇനി അവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം, ആരും ഒന്നും പറയില്ല ചെയ്യില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഇവർ എന്ത് കാര്യം ചെയ്തിട്ടും ജയ് ശ്രീറാം എന്ന് വിളിച്ച് ആക്രോശിക്കുന്നതായിട്ട് കാണാം. അതായത് ഇത്തരത്തിൽ അനീതിയും അക്രമവും ഒക്കെ ചെയ്തിട്ട് വിളിക്കേണ്ട പേരാണോ ദൈവത്തിന്റെ പേര് എന്ന് പറയുന്നത്? നിങ്ങൾ അത് അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസറും കൂടി ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പറയാം. ഇവിടെ കൂലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഒരുപാട് തീവ്രവാദികൾ ആൾക്കാരെ കൊല്ലുന്നില്ലേ, അതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നൊക്കെ ഒരു പക്ഷേ ചോദ്യങ്ങൾ ഇങ്ങോട്ടുണ്ടായേക്കാം. അതായത് അവർ ചെയ്യുന്നതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല, അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് നിങ്ങളും അതേ തെറ്റ് ആവർത്തിച്ച് അവർ ചെയ്യുന്ന അതേ കാര്യം ചെയ്തിട്ട് അവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നവർ ആരായാലും, അതിപ്പോൾ ഇനി ഈ പറയുന്ന പോലെ ജയ് ശ്രീറാം വിളിച്ച് ചെയ്യുന്നവരാണെങ്കിലും അതേപോലെ തന്നെ കുലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും അവരാരാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അതൊന്നും ഒരിക്കലും നല്ല കാര്യമല്ല. അതായത് സത്യത്തിൽ ഇവരൊക്കെ ദൈവത്തെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇവരൊക്കെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഓരോ മതവിശ്വാസികൾക്കും സ്നേഹം, കരുണ, ദയ, ഇതേപോലത്തെ കോൺസെപ്റ്റുകൾ, നല്ല നല്ല സമാധാനപരമായിട്ടുള്ള കോൺസെപ്റ്റുകളും, സമാധാനമാണ് ഈ മതം കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, അർത്ഥമാക്കേണ്ടത്. അതിനു പകരം ഇത്തരത്തിൽ ആക്രമണങ്ങളും അനീതികളും അയച്ചുപെട്ടി അതിലേക്ക് ദൈവത്തിന്റെ പേര് കണക്ട് ചെയ്യുന്നവർക്ക് അതൊരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ കണക്ട് ചെയ്യുന്നവർ ഒരിക്കലും ദൈവത്തിന്റെ അനുയായികളല്ല, അവർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സാത്താന്റെ അനുയായികളാണെന്നുള്ളതാണ്. BJPക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെയും തീവ്രവാദികളും അല്ലെങ്കിൽ ഭീകരവാദികൾ ആണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അവരൊക്കെ രാജ്യദ്രോഹികളാണെന്നാണ് BJP വിശ്വസിക്കുന്നത്. മാത്രമല്ല BJPയുടെ കൂടെ BJPക്ക് വോട്ട് ചെയ്ത് BJPയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെയും അവരൊക്കെ രാജ്യസ്നേഹികളാണ് എന്നുള്ളതാണ് BJPയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഒരുപക്ഷെ PC ജോർജും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഒരാൾ മിനി പാകിസ്ഥാൻ എന്ന് ഒരു പ്രസ്താവന കേരളത്തിനെതിരെ നടത്തിയിരുന്നല്ലോ. ഇതൊക്കെ ഇവർ പടച്ചുവിടാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. BJPയുടെ കൂടെ നിൽക്കാത്തവരൊക്കെ തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളുമാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്.